ഇവിടെ ആരും കാണാനില്ലല്ലോ. ഇതിപ്പോ ആർക്കൊക്കെ വിൽക്കും? കൺമണിയെ ചവിടിയിരിക്കുന്നുണ്ടല്ലോ. ഒന്ന് താഴെ ഇറങ്ങ പപ്പു. ഞാനിപ്പോ ഒരു പഴക്കടക്കാരനാണ്. അതെയോ? എങ്കിലും ഈ വണ്ടിയിൽ എന്തൊക്കെ പഴങ്ങളുള്ളതെന്നൊന്ന് പറഞ്ഞേ നോക്കട്ടെ. ചേച്ചി, ചേച്ചിക്ക് മാമ്പഴം വേണോ? ആപ്പിള്, മുന്തിരി, എന്താ വേണ്ടേ? പറഞ്ഞോളൂ പറഞ്ഞോളൂ. ചിട്ടി, എന്താ ഇതൊക്കെ? ചേച്ചി, ഇന്ന് ഞാനൊരു പഴക്കടക്കാരനാണ്. അതൊക്കെ ശരി. പപ്പു എന്താ ഇവിടെ ചെയ്യുന്നത്? വെറുതെ വെളിഞ്ഞു കയറി വന്നിരിക്കാ ഇവിടെ. അതുകൊണ്ടാണ് ഇവനോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞത്. പിന്നീന്ന് തൊഴിച്ചത്. ചേച്ചി, എന്റെ കടയിലേക്ക് എന്ത് വാങ്ങാനാ വന്നേ? ഞാൻ ചോദിക്കാൻ മറന്നുപോയി. ഈ മധുരമുള്ള മാമ്പഴമാണോ അതോ ഈ മുന്തിരിയാണോ? പ്രതിരോധ ശേഷി നന്നായി വർദ്ധിപ്പിക്കുന്ന ഈ ആപ്പിൾ ആണോ? ഫൈബർ നിറയെ അടങ്ങിയിട്ടുള്ള ഈ വാഴപ്പഴമാണോ? നിറയെ വിറ്റമിനുള്ള ഓറഞ്ച് ആണോ? എല്ലാം ഓരോ കിലോ തന്നോളൂ ചിട്ടി. ചേച്ചി, ഇത് തിന്നാൻ വേണ്ടി വെറുതെ സമയം കളയാതെ വല്ല പിസയോ ബർഗറോ വാങ്ങി തിന്ന് നന്നായി എൻജോയ്. ഈ പഴങ്ങളൊക്കെ കഴിച്ചാ വയറുവേദന വരാതിരിക്കും. ഒരിക്കൽ വയറുവേദന വന്നത് ഓർമ്മയുണ്ടോ നിനക്ക്? ഡോക്ടർ ഇഞ്ചക്ഷന് വെച്ചതല്ലേ? അപ്പൊ ഇത് തിന്നാ വയറുവേദന വരില്ലേ? പിന്നെ അല്ല, വൈറ്റമിൻസ് നിറഞ്ഞ ഈ പഴങ്ങളൊക്കെ കഴിച്ചാലേ ഒരിക്കലും വയറുവേദന വരില്ല. എന്ത് പ്രശ്നം വന്നാലും എല്ലാം മാറിക്കോളൂ. അതെ അതെ ചിട്ടി, ഇവിടെ നോക്ക് പപ്പു. ഇതെല്ലാം ഞാനിപ്പോ വാങ്ങാൻ പോവാ. ഞാൻ ചോദിച്ചതെല്ലാം വെയിറ്റ് മെഷീന്റെ മുകളിൽ വെക്ക്. ചേച്ചി നോക്ക്, എന്റെ കടയിലേക്ക് എത്ര പേരാ വരുന്നത്? മാറി നിൽക്ക്. നിന്റെ കട കൊള്ളാലോ ചിട്ടി. നിന്റെ കടയിലെ പഴങ്ങളിൽ നിന്ന് എല്ലാത്തിനും ഓരോ കിലോ വെച്ച് എനിക്ക് വേണം. ഒരു പഴക്കടയായ ഇങ്ങനെ ചാടി ചാടി നിൽക്കണ. ജ്യൂസ് ജ്യൂസ്, നല്ല തണുത്ത ജ്യൂസ്. ജ്യൂസ് 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 ജ്യൂസ്, നല്ല തണുത്ത മധുരമുള്ള ജ്യൂസ്. ആർക്ക് വേണം? ആർക്ക് വേണം? വരൂ വരൂ വരൂ. അത് വെറും ഒരു സാധാരണ പഴക്കടയാണ്. ഇവിടെ വരൂ, ഈ തണുത്ത ജ്യൂസ് ഒന്ന് കുടിച്ചു നോക്കൂ. ജ്യൂസ് ജ്യൂസ്, ഈ പൊള്ളുന്ന വെയിലത്ത് തണുത്ത ജ്യൂസ് കുടിക്കൂ. ഇതിന് വെറും 100 രൂപ. ഗ്ലാസ് ഒന്നിന് 100 രൂപ മാത്രം. ആർക്ക് വേണം? ആർക്ക് വേണം? വരൂ വരൂ വരൂ. ജ്യൂസ് ചേച്ചി, എല്ലാരും ചിട്ടിയുടെ കടയിൽ നിന്ന് ഇറങ്ങിപ്പോയല്ലോ. പേടിക്കണ്ട ചിട്ടി, അവരെല്ലാം എങ്ങനെ തിരിച്ചു കൊണ്ടുവരുന്നെന്ന് കണ്ടോ? ആർക്ക് വേണം? ആർക്ക് വേണം? ഐസ്ക്രീം ഫ്രൂട്ട് സലാഡ് ആർക്ക് വേണം? നല്ല രുചിയുള്ള അടിപൊളി ഫ്രൂട്ട് സലാഡ് ആർക്ക് വേണം? ആർക്ക് വേണം? ആർക്ക് വേണം? ആർക്ക് വേണം? നല്ല അടിപൊളി രുചിയുള്ള ഐസ്ക്രീം ഫ്രൂട്ട് സലാഡ്. നിങ്ങൾ ഇത് ഒരു തവണ കഴിച്ചാൽ മതി. ദിവസം മുഴുവൻ നിങ്ങൾക്ക് സന്തോഷമായിരിക്കും. ആർക്ക് വേണം? ആർക്ക് വേണം? വരൂ വരൂ. ഐസ്ക്രീം ഫ്രൂട്ട് സലാഡാ? ചേച്ചി, എനിക്കൊരു 10 എടുത്തു തന്നെ. ബാക്കിയുള്ളതെല്ലാം പിന്നെ വിൽക്കാം. ഇതെല്ലാം എനിക്ക് നല്ല ഇഷ്ടാ. ഐസ്ക്രീം ഫ്രൂട്ട് സലാഡ് എനിക്ക് വളരെ ഇഷ്ടമാണ് ചേച്ചി. സൂപ്പർ ചിട്ടി. ഐസ്ക്രീം ഫ്രൂട്ട് സലാഡ്, ഐസ്ക്രീം ഫ്രൂട്ട് സലാഡ്, നല്ല രുചിയും ആരോഗ്യവുമുള്ള ഐസ്ക്രീം ഫ്രൂട്ട് സലാഡ്, ഐസ്ക്രീം ഫ്രൂട്ട് സലാഡ്. കൺമണി ചേച്ചി, ചിട്ടി, പപ്പു, എനിക്കും ഒരു ഐസ്ക്രീം ഫ്രൂട്ട് സലാഡ് തരാമോ? പ്ലീസ്. ചൂടുള്ള ഈ സമയത്താണ് ശരിക്കും ഐസ്ക്രീം ഫ്രൂട്ട് സലാഡ് കഴിക്കേണ്ടത്. വാ വാ. എടുത്തോളൂ എടുത്തോളൂ, എല്ലാരും എടുക്കൂ.